നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ISL നടക്കാൻ പോകുന്ന മത്സരം FC ഗോവയും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമായിട്ടാണ്. വൈകിട്ട് 7:30-ക്കാണ് മത്സരം നടക്കുന്നത്. FC ഗോവ 3-ാം സ്ഥാനത്താണ് പോയിൻ്റ് ടേബിളിൽ നിലനിൽക്കുന്നതെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആകട്ടെ 7-ാം സ്ഥാനത്തുമാണ് പോയിൻ്റ് ടേബിളിൽ. കരുത്തരായ FC ഗോവയെ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തകർത്തെറിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. എന്തായാലും FC ഗോവയുടെ ഇന്നത്തെ മത്സരം എത്രാമത്തെയെന്ന് നോക്കുകയാണെങ്കിൽ 14-ാമത്തെ മത്സരമാണ്. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ 16-ാമത്തെ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഇനി സെമി ഫൈനലിലേക്ക് കടക്കാനൊന്നും സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC 16 പോയിൻ്റ് മാത്രമായാണ് ഇത്ര നാളുമായിട്ടുള്ളത്. എന്നാൽ FC ഗോവയ്ക്കാകട്ടെ 28 പോയിൻ്റ് ഉണ്ട് 13 മത്സരങ്ങൾ കളിച്ചതിന് ശേഷം. എന്തായാലും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ FC ഗോവ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത മത്സരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടതും FC ഗോവയ്ക്കെതിരെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി വരും മത്സരങ്ങളിൽ വിജയം തന്നെ അനിവാര്യമാണ്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന് കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പറ്റി പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താരത്തിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇന്നലെ ഒഫീഷ്യലായിട്ടൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. താരത്തിന് ഇഞ്ചുറി ഗുരുതരമാണെന്നും അതുകൊണ്ട് തന്നെ താരത്തിന് റെസ്റ്റ് എടുക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മത്സരങ്ങളിലൊന്നും സച്ചിൻ സുരേഷിനെ കാണാൻ സാധിക്കില്ല എന്നും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ പോവുകയാണ്. ജസ്റ്റിൻ ഇമാനുവൽ, ഫെഡർ എന്നീ താരങ്ങൾക്കെല്ലാം ഒരു മികച്ച കമ്മ്യൂണിക്കേഷൻ ലെവൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഫ്രണ്ട്ലി മത്സരം നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് 4 മണിക്ക് ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട്ലി മത്സരം കൊച്ചിയിൽ വെച്ച് നടത്തുന്നുണ്ടെന്നും കരുത്തരായ കേരള യുണൈറ്റഡ് FCക്കെതിരെയാണ് മത്സരം നടത്തുന്നതെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് മഹാരാജാസ് കോളേജ് എന്ന ടീമുമായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഫ്രണ്ട്ലി. പക്ഷേ ഇന്നത്തെ മത്സരം കേരള യുണൈറ്റഡ് FCയുമായിട്ടാണ്. മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പല യൂട്യൂബ് ചാനലുകൾ ഗ്രൗണ്ടിൽ പോയി ലൈവ് ചെയ്തെങ്കിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സ്കോറെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ നിർത്തുന്നു.